പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ജൂലൈ മാസം 29 ആമേൻ തിങ്കളാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കരങ്ങൾ ഉയർത്തി അല്പസമയം കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചു. എത്രത്തോളം അത്ഭുതമായിട്ട് കഴിഞ്ഞ പകൽക്കാലം നമ്മളെ സൂക്ഷിച്ചില്ല. നമ്മുടെ യാത്രകളിൽ കർത്താവിൻ്റെ കൃപയുണ്ടായിരുന്നു. അനർത്ഥങ്ങൾ, അപകടങ്ങളിൽ നിന്ന് കർത്താവ് നമ്മളെ വിടുവിച്ചു. രോഗദുഃഖങ്ങളിൽ നിന്ന് നമ്മളെ വിടുവിച്ചു. നമ്മുടെ സകല ആവശ്യങ്ങളിൽ ദൈവത്തിൻ്റെ കൃപ കഴിഞ്ഞ പകൽക്കാലം നമ്മൾ അനുഭവിച്ചു. തന്ന എല്ലാ നന്മകൾക്കും തന്ന എല്ലാ കൃപകൾക്കും നമുക്ക് സന്തോഷത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. രാത്രികാലം നൽകിയ നല്ല ഉറക്കത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യാം. ദൈവകൃപയാൽ സ്വസ്ഥമായി ഉറങ്ങുവാൻ ഹല്ലേലൂയ കർത്താവ് സഹായിച്ചു. തന്ന നല്ല ആമേൻ ഉറക്കത്തെ ഓർത്ത് കർത്താവിന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഉണരുവാൻ കർത്താവ് കൃപ ചെയ്തതിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രമപ്പ, അങ്ങ് ഞങ്ങളെ ഉണർത്തിയതിനായിട്ട് സ്തോത്രം. ഞങ്ങൾ കിടന്നുറങ്ങി, കർത്താവെ അങ്ങ് ഞങ്ങളെ എഴുന്നേൽപ്പിച്ചത് ആ വൻ കൃപയ്ക്കായി സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ ഞങ്ങളെ ജയത്തോടെ നടത്തുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കൈപിടിച്ച് നടത്തുന്ന കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ആവശ്യങ്ങളിൽ കൂട്ടായിട്ടിരിക്കുന്ന കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അനർത്ഥങ്ങൾ, അപകടങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ നിന്നൊക്കെയും ഞങ്ങളെ വിടുവിച്ച് ഇന്ന് പകൽക്കാലം ഞങ്ങളെ സമാധാനത്തോടെ സ്വസ്ഥതയോടെ അങ്ങയുടെ ചിറകിൻ്റെ മറവിൽ ഞങ്ങളെ സൂക്ഷിക്കുന്ന കർത്താവിൻ്റെ വിശ്വസ്തതയ്ക്ക് ഞങ്ങൾ സ്തോത്രം പറയുന്നു. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. കർത്താവെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, പരിശുദ്ധാത്മാവെ നന്ദി, പരിശുദ്ധാത്മാവെ നന്ദി, പരിശുദ്ധാത്മാവെ നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. നന്ദിയുള്ള ഹൃദയം ഞങ്ങൾക്ക് നൽകുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. സ്തുതിക്കുവാനുള്ള അമൂല്യ ഹൃദയം മനസ്സ് ഞങ്ങൾക്ക് നൽകുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവിനെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്നു, സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവിൻ, സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ, സംഗീതത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ വരുവിൻ. യഹോവ തന്നെ ദൈവം എന്ന് അറിവിൻ. കർത്താവ് നമ്മെ ഉണ്ടാക്കി, നാം കർത്താവിനുള്ളവരാകുന്നു, കർത്താവിൻ്റെ ജനവും കർത്താവ് മേയ്ക്കുന്ന ആടുകളും തന്നെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ഈ പ്രഭാതത്തിൽ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന കർത്താവേ. ഈ നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം. ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ ഞങ്ങൾക്ക് ലഭിച്ച ഈ അവസരം ഞങ്ങൾ ഒന്നിച്ച് കർത്താവെ അങ്ങേക്ക് മഹത്വം കരയേറ്റുന്നു. അങ്ങ് നല്ലവനാണ്, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാണ്. അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാണ്, അങ്ങ് മാറാത്തവനാണ്, അങ്ങ് മതിയായവനാണ്. ഇന്ന് പ്രഭാതത്തിൽ കർത്താവെ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കണം. പ്രത്യേകിച്ച് രോഗികളായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ അവർ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. എല്ലാ രോഗത്തിൻ്റെ അസ്വസ്ഥതകളും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അവരിൽ നിന്നും മാറിപ്പോകട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു പ്രവൃത്തി, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മശക്തി ആ ശരീരത്തിലേക്ക് വ്യാപരിക്കുകയും പരിപൂർണ്ണ സൗഖ്യം കൊടുക്കുകയും ചെയ്യണം. പ്രത്യേകിച്ച് ഡോക്ടർമാർക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് കൈവിട്ടിരിക്കുന്ന കേസുകളിൽ ദൈവിക അത്ഭുതം ഇന്ന് പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാകിയാൽ സ്തോത്രം. അസാധാരണമായ ഒരു സൗഖ്യം ഇന്ന് പ്രഭാതത്തിൽ തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. കൈ പൊക്കുവാൻ കഴിയാതെ ഷോൾഡർ പെയിൻ ആയിട്ട് ഭാരപ്പെടുന്നവർ ഇപ്പോൾ നസ്രനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കൈ ഉയർത്തുന്നതിനുള്ള ബുദ്ധിമുട്ട് പരിപൂർണമായിട്ട് മാറട്ടെ. കൈയുടെ വിരലുകൾ മടക്കുന്നതിന് ബുദ്ധിമുട്ടായിട്ട്, കൈ വിരലുകളിൽ ജോയിൻറ്റുകളിൽ നീർക്കെട്ടുകൾ വന്ന് ബുദ്ധിമുട്ടിരിക്കുന്നവർ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ. ബ്ലീഡിങ് മുഖാന്തരം ഭാരപ്പെട്ടിരിക്കുന്നവർ, ഓവർ ബ്ലീഡിങ്ങിനാൽ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ ഇപ്പോൾ നസ്രനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ ജോലിയില്ലാത്തവർ, സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവർ, അങ്ങനെ മറ്റു പല പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവർ ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുന്നതിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അങ്ങനെ വലിയ പ്രവൃത്തി കണ്ട് സന്തോഷിക്കുവാൻ എല്ലാവർക്കും കർത്താവ് കൃപ കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം. അതുപോലെ കർത്താവ് തന്ന എല്ലാ നന്മകൾക്കും നന്ദി, കർത്താവ് തന്ന എല്ലാ വിടുതലുകൾക്കും നന്ദി പറയുന്നു. കർത്താവ് ലോകത്തെമ്പാടും കർത്താവിൻ്റെ സഭ വളർന്ന് പന്തലിക്കട്ടെ. ദേശവ്യാപകമായി സഭ ഒരു വലിയ ഉണർവിലേക്ക് വരട്ടെ. അഭിഷിക്തന്മാരെ അങ്ങയുടെ കരങ്ങളിലെ ആയുധങ്ങളായി കർത്താവ് ഉപയോഗിക്കുന്നതിന് സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി പറയുന്നു. സകല മഹത്വം പുകഴ്ചയപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വലിയ ദൈവകൃപയിൽ നിങ്ങളെ പൊതിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വൈകിട്ട് കർത്താവ് അനുവദിച്ചാൽ ഇന്ത്യൻ സമയം
9:15 നമ്മുടെ മീറ്റിംഗ്, 9:30 നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കും. പ്രാർത്ഥനയോടുകൂടെ നിങ്ങൾ തക്ക സമയത്ത് പങ്കെടുക്കണം. ഉഴപ്പരുത്, ഉപേക്ഷയായിട്ട് വിചാരിക്കരുത്. നിശ്ചയമായിട്ടും അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരും. ഇന്ന് പ്രഭാതത്തിൽ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം നമുക്ക് ആദ്യം വായിക്കാം. അവൻ കൈ നീട്ടി അവനെ തൊട്ടു, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാകുക എന്ന് പറഞ്ഞു. ആമേൻ. ഉടനെ കുഷ്ഠം മാറി അവൻ ശുദ്ധമായി. നമുക്കെല്ലാവർക്കും അറിയാവുന്നതായ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് വേദപുസ്തകത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 1-ാമത്തെ വാക്യം, യേശു മലയിൽ നിന്ന് ഇറങ്ങി വന്നാലും വളരെ പുരുഷാരം യേശുവിനെ പിന്തുടർന്നു. അനേക പുരുഷാരം യേശുവിൻ്റെ പുറകെ വരികയും, ആമേൻ, ആ പുരുഷാരത്തിന് നടുവിൽ ഒരു കുഷ്ഠരോഗി വന്ന് കർത്താവിനെ ആരാധിച്ചു. എന്ന് പറഞ്ഞാൽ, കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന് പറഞ്ഞു. ഇങ്ങോട്ട് നോക്കിക്കേ എല്ലാവരും. പ്രിയപ്പെട്ടവരെ, ആ കുഷ്ഠരോഗിയെ സംബന്ധിച്ച് നിയമപരമായി സമൂഹത്തിൽ വന്ന് നിൽക്കുവാൻ പാടില്ല. ആമേൻ. അന്നത്തെ കാലത്തെ മതനേതാക്കന്മാരാരും കുഷ്ഠരോഗിയെ കൈക്കൊള്ളുവാൻ തയ്യാറാകത്തില്ല. എന്നാൽ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് ഇവൻ വന്നു ചോദിക്കുക, നിനക്ക് അപ്പോഴും എന്നെ സന്തോഷിപ്പിച്ച കാര്യം, കുഷ്ഠരോഗിക്ക് എവിടെ വെച്ചോ യേശുവിനെക്കുറിച്ചൊരു അറിവ് കിട്ടി. അല്ലെങ്കിൽ കുഷ്ഠരോഗി ഒരിക്കലും യേശുവിൻ്റെ അടുക്ക വന്ന് ചോദിക്കത്തില്ലായിരുന്നു. കാരണം സാധാരണ ന്യായശാസ്ത്രിമാരുടെ അടുക്കലോ പരീക്ഷന്മാരുടെ അടുക്കലോ ഒന്നും പോകത്തില്ല, കാരണം പേടിയാണ്. എന്നാൽ യേശുവിനെക്കുറിച്ചൊരു എവിടുന്നോ ഒരു ഇൻഫർമേഷൻ കുഷ്ഠരോഗിക്ക് കിട്ടി. ഇവൻ മനസ്സലിവുള്ള ദൈവമാണ്, ഇവൻ മനസ്സലിവുണ്ട്, ഇവൻ സ്നേഹമുള്ളവനാണ്, ഇവൻ കരുണയുള്ളവനാണ്, ഇവൻ കൃപയുള്ളവനാണെന്ന് എവിടുന്നോ ഒരു ഇൻഫർമേഷൻ ഇവൻ്റെ ഉള്ളിലുണ്ട്, ഈ കുഷ്ഠരോഗിയുടെ. അതുകൊണ്ടാണ് ധൈര്യമായിട്ട് അവിടെ ചെന്ന് കർത്താവിനോട് ചോദിച്ചത്, നിനക്ക് മനസ്സുണ്ടോ എന്നെ ശുദ്ധമാക്കുവാൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും നമ്മുടെ കർത്താവിനെക്കുറിച്ച് തെറ്റായ പല ചിന്തകളുണ്ട്. കർത്താവ് അങ്ങനെ, കർത്താവ് ഇങ്ങനെ, അല്ലെങ്കിൽ നമ്മളെ സൗഖ്യമാക്കുമോ, ഞാൻ ചെന്നാൽ കർത്താവ് എന്നെ സൗഖ്യമാക്കുമോ, ഞാൻ ചെന്നാൽ കർത്താവ് എന്നെ വിടുവിക്കുമോ എന്നൊക്കെ പല ചിന്തകളും തോന്നലുകളും ഒക്കെ നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. പക്ഷേ ഈ വേദഭാഗത്തു നിന്നും മനസ്സിലാക്കിയേ, ഈ കുഷ്ഠരോഗിയെ കർത്താവ് സൗഖ്യമാക്കുന്നത് കർത്താവ് ഫേമസ് ആകാൻ വേണ്ടിയോ കർത്താവിന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയോ ഒന്നുമല്ല. അവനോടുള്ളൊരു മനസ്സ്, അവനോടുള്ള ആ സ്നേഹം, അവനോടുള്ള ആ കമ്പാഷനാണ്. ഇന്ന് വേദപുസ്തകം നമ്മൾ ധ്യാനിക്കുമ്പോൾ യേശു ചെയ്ത സകല സൗഖ്യങ്ങളും അത്ഭുതങ്ങളും സ്നേഹം കൊണ്ട് ചെയ്തതാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രഭാതത്തിൽ ആമേൻ, നമുക്ക് അതുപോലെ വിശ്വസിക്കാം. കർത്താവ് നമ്മുടെ ഏത് വിഷയത്തിലും ഇടപെടും, നമ്മുടെ ഏത് ഭാരങ്ങളും മാറ്റിത്തരും. കാരണം കർത്താവ് നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്നു. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ മാതാവേ, പ്രിയ പിതാവേ, സഹോദര സഹോദരി, കുഞ്ഞെ, നിങ്ങൾ എന്ത് ഭാരത്തിലാണെങ്കിലും ധൈര്യമായിട്ട് കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെല്ലേ. എന്നിട്ട് കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെന്ന് എനിക്കറിയാം. കാരണം കർത്താവിന് മനസ്സേ ഉള്ളൂ നമ്മളെ സൗഖ്യമാക്കുവാൻ, നമ്മളെ വിടുവിക്കുവാൻ, നമുക്ക് ആശ്വാസം തരുവാൻ, നമുക്ക് ജയം തരുവാൻ, നമ്മളെ മുൻപോട്ട് കൊണ്ടുപോകാൻ. ആമേൻ, ആമേൻ. കർത്താവിന് എപ്പോഴും മനസ്സാ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന സഹോദര, നിന്നെ വിടുവിക്കുവാൻ കർത്താവിന് മനസ്സുണ്ട്. നീ ധൈര്യമായിട്ട് കടന്നു ചെന്നാട്ടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക്. മാതാവേ, പിതാവേ, നിങ്ങളുടെ കുഞ്ഞിനെ വിടുവിക്കാൻ കർത്താവിന് മനസ്സുണ്ട്. നിങ്ങൾ ധൈര്യമായിട്ട് കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെന്ന് പറ, എൻ്റെ കുഞ്ഞിനെ വിടുവിക്കണം. നമ്മൾ ദിവസം വായിക്കുമ്പോൾ, സുവിശേഷങ്ങൾ പഠിക്കുമ്പോൾ അങ്ങനെയാണല്ലോ നമ്മൾ കാണുന്നത്. മാതാപിതാക്കൾ ചെല്ലുന്നു, സഹോദരങ്ങൾ ചെല്ലുന്നു, പ്രിയപ്പെട്ടവർ, അവരുടെ എല്ലാം വിടുതലുകൾ നടക്കുക. ഇതെല്ലാം സ്നേഹത്തിലാണ് ചെയ്തത്. അല്ലാതെ കർത്താവിന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയോ കർത്താവിന് എന്തെങ്കിലും അവൻ നേടാൻ വേണ്ടിയോ ഒന്നുമല്ല. സ്നേഹം കൊണ്ടാണ് ഇതെല്ലാം ചെയ്തത്. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ആ സ്നേഹനിധിയായ കർത്താവിൻ്റെ അടുക്കിലേക്ക് നിങ്ങൾക്ക് എന്തു വിഷയമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഓടിച്ചെല്ലുക. അതിന്മേൽ ദൈവിക വിടുതൽ സ്വീകരിക്കുക കേട്ടോ. ഇന്ന് പകൽക്കാലം വലിയൊരു അത്ഭുതത്തിൻ്റെ സമയമാണ്. ഈ സന്ദേശം നിങ്ങൾ കേട്ട് കഴിയുമ്പോൾ നിങ്ങളത് ഓഫ് ചെയ്തിട്ട്, കഴിയുമെങ്കിൽ മുട്ടയിൽ നിന്നിട്ട് നിങ്ങളുടെ 2 കൈ ഉയർത്തി പറയണം, കർത്താവേ, എനിക്കറിയാം അങ്ങേക്ക് മനസ്സുണ്ട് എന്നെ വിടുവിപ്പാൻ. നിങ്ങൾ രോഗിയാണെങ്കിൽ പറയണം, എന്നെ സൗഖ്യമാക്കാൻ അങ്ങേക്ക് മനസ്സുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾ ഏതെങ്കിലും പ്രശ്നത്തിലൂടെ പോകുന്നവരാണെങ്കിൽ എന്നെ വിടുവിപ്പാൻ അങ്ങേക്ക് മനസ്സുണ്ടെന്ന് എനിക്കറിയാം. അങ്ങേക്ക് എന്നോടുള്ള സ്നേഹം ആഴമേറിയതാണെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെന്നാട്ടെ. ഇന്ന് പകൽ തന്നെ ആ വിടുതൽ നിങ്ങൾ സ്വീകരിക്കുക. ഇന്ന് പകൽ തന്നെ ആ സൗഖ്യവും സമാധാനവും നിങ്ങൾ സ്വീകരിക്കുക. കർത്താവ് നിങ്ങളെ അതിനായിട്ട് ഒരുക്കട്ടെ. ആമേൻ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. നമ്മളൊരു അത്ഭുതമായി മാറും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.